ഹായ്. നമ്മളൊക്കെ ഒരുപാട് സീരീസുകൾ കാണാറുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ, ആമസോണിൽ, TVNZ അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ, അങ്ങനെ ഒരുപാട് സീരീസ്. പൊതുവേ ഈ സീരീസുകൾ കാണുമ്പോൾ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ കാണാൻ ആകാംക്ഷ ഉണ്ടാവുന്നതും ത്രില്ലേഴ്സോ ആക്ഷനോ സ്കൈഫൈയോ ഒക്കെയാണ്. പക്ഷെ ഡ്രാമ സീരീസസ് ഉണ്ട്. നമ്മൾ ഈ ഡ്രാമ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ മലയാളത്തിലിറങ്ങിയ കിഷ്കിന്ധാകാന്ഡം, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ബ്രില്യൻ്റ്ലി മെയ്ഡ് ഡ്രാമ മൂവിയാണത്. അതായത് പെർഫോമൻസ് കാണാൻ, ആ പെർഫോമൻസിലെ ക്യാരക്ടേഴ്സ് നമ്മളെ അതിലേക്ക് ഇങ്ങനെ ഡ്രൂ ചെയ്യുന്നത് കാണാൻ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടവും സ്നേഹവും, അതായത് അവരനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ നമ്മൾ അവരുടെ കണ്ണിലൂടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു അനുഭവിക്കുന്ന ഒരു ബ്ലിസ്ഫുൾ ഫീലുണ്ട്. അങ്ങനെ ഒരു സീരീസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. വളരെ യാദൃച്ഛികമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ വെറുതെ നമ്മൾ റിമോട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു സീരീസ്, ഫ്രം സ്ക്രാച്ച്. ഇതാണ് ആ സീരീസിൻ്റെ പേര്. ഈ സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തേക്ക് എത്തുന്ന ഒരു വ്യക്തി, ആ രാജ്യത്തെ ആ വ്യക്തി അനുഭവിക്കുന്ന എന്താ പറയുക, അവർ ആ രാജ്യത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രീതി, അവിടെ കണ്ടുമുട്ടുന്ന ആൾക്കാർ, അവിടുത്തെ ഭക്ഷണം, ഇതിലേക്കൊക്കെ നമ്മളിങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡ് നമ്മളിങ്ങനെ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുചെന്ന് ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആളിനെ അറിയാതെ ഒന്ന് തട്ടി വീഴ്ത്തി അവരനുഭവിക്കുന്ന ആ വേദനയും സങ്കടവും സന്തോഷവും ഇതൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു സ്ക്രീനിലാണ് കാണുന്നത്, തിരശ്ശീലയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ TV-യിലാണ് നമ്മൾ കാണുന്നത്. ഇത് നമുക്കറിയാം. പക്ഷേ അവരനുഭവിക്കുന്ന വേദനയും സങ്കടവും സന്തോഷവും കണ്ട് നമ്മുടെ കണ്ണ് നിറയുകയും നമ്മുടെ നെഞ്ച് പെടയുകയും ചെയ്യുന്ന പോലത്തെ ഒരു ഉഗ്രൻ ഡ്രാമ സീരീസ്. ഈ ആക്ട്രസിനെ നമുക്കറിയാം. കൊളംബിയാന എന്ന് പറഞ്ഞൊരു ആക്ഷൻ അഡ്വഞ്ചർ മൂവിക്കകത്ത് അഭിനയിച്ച സോയി എന്ന് പറഞ്ഞ ആക്ട്രസ് അഭിനയിച്ച സീരീസാണത്. ഇതൊരു എന്താ പറയുക, ഇവർ ചെന്നെത്തുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റലിയാണ്. സോ കുറച്ചൊക്കെ ഒരു ഇറ്റാലിയൻ സിസേലിയൻ ഭാഷ ഇതിനകത്തുണ്ട്. നമ്മൾ തമിഴ് സിനിമകൾ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ജർമ്മനിയിലാണെങ്കിലും തമിഴ് സിനിമയിൽ അവർ തമിഴ് സംസാരിക്കും, അല്ലെങ്കിൽ അവർ ഹിന്ദി, അല്ലെങ്കിൽ ബോംബെയിൽ പോയി കഴിഞ്ഞാൽ അവർ തമിഴ് സംസാരിക്കും. അതായത് നമുക്ക് അതിൻ്റെ ഒരു ആത്മാവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏർത്തി ഫ്ലേവർ നഷ്ടപ്പെടുന്ന പോലെ പല സിനിമകളിൽ നമുക്ക് തോന്നാറില്ല. ഇതങ്ങനെ ഒന്നും തോന്നില്ല നമുക്ക്. ഇത് ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ അവർ ജീവിച്ച് തീർക്കുന്നത് നമ്മൾ കാണുകയാണ്. നമ്മളതിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോകും. പക്ഷെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇതിലെ ആക്ട്രസ്സായ സോയി ഇറ്റലിയിലെത്തുന്നു. അവിടെ വെച്ച് ഒരു വ്യക്തിയെ കാണുന്നു. അവരൊരുമിച്ചുള്ള റിലേഷൻഷിപ്പ് അത് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവർ കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെ വെച്ച് അവന് ക്യാൻസർ പിടിപെടുന്നു. അതിനെ അവർ റിക്കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെ ഉണ്ടാവുന്നു, ഇതൊക്കെ വളരെ സ്ലോ ആൻഡ് എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നമ്മളെ ശരിക്കും നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു വീട്ടിനകത്ത് നമ്മളിതെല്ലാം ഡയറക്റ്റ്ലി വിറ്റ്നസ് ചെയ്യുകയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ കരയും, നമുക്ക് സങ്കടം വരും, നമുക്ക് സന്തോഷം വരും. അവരുടെ ചെറിയ ചെറിയ ജയങ്ങൾ നമ്മുടെയും കൂടിയാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഉഗ്രൻ ബ്രില്യൻ സീരീസ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി കണ്ടു തീർന്നപ്പോൾ, ഇങ്ങനൊരു സിനിമ അതായത് ഈ സീരീസ് കണ്ടു തീർന്നപ്പോൾ, സിനിമയല്ല സീരീസ് കണ്ടു തീർന്നപ്പോൾ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട എൻ്റെ ഓർമ്മയിൽ വന്നൊരു സിനിമ എന്ന് പറയുന്നത് അന്നയും റസൂലുമാണ്. പതിയെ തുടങ്ങി നമ്മളെ ആ ക്യാരക്ടേഴ്സിനെ വല്ലാണ്ട് നമ്മളെ ഒന്ന് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ സ്പേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ സ്നേഹവും സന്തോഷവും ഒരു ട്രാജഡിയും ഒക്കെ നമ്മളിലേക്ക് വല്ലാണ്ട് സന്നിവേശിപ്പിച്ച് നമ്മൾ അതിൽ ഇംബൈബ്ഡായി നമ്മളും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഫീല് തന്നൊരു സിനിമ. അതായിരുന്നു അന്നയും റസൂലും. ഇതങ്ങനെ ഒരു സീരീസാണ്. ഒന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റിലൊന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ. സോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീരീസാണ് അത്. ഞാൻ ഉണ്ടാക്കിയ സീരീസൊന്നുമല്ല, ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് എന്നെ കരയിച്ച, എന്നെ സന്തോഷിപ്പിച്ച, ലൈഫുമായിട്ട് വളരെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സീരീസാണെന്ന് എനിക്ക് തോന്നിയ ഒരു സീരീസ്. അപ്പോൾ ഫ്രം ദ സ്ക്രാച്ച്, ഓൺലി ഇൻ നെറ്റ്ഫ്ലിക്സ്. കണ്ട്
നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.